നമസ്കാരം. ഭാഗ്യവാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 50 വർഷത്തിലേറെ കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും സർ ഡോക്ടർ പദവികൾക്ക് പുറമെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും ഗണിതശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ളതും നമുക്കേവർക്കും സുപരിചിതനുമായ ശ്രീ കുടമാളൂർ ശർമാജിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം. സ്വാഗതം. ഭാഗ്യവാരത്തിൻ്റെ ഈ അധ്യായത്തിലെ ആദ്യത്തെ കത്തിലേക്ക് കടക്കാം. എവിടെ നിന്നാണ്? രാമചന്ദ്രൻ കൊല്ലത്ത് നിന്നാണ് എഴുതുന്നത്. എന്താണ് രാമചന്ദ്രന്? രാമചന്ദ്രൻ പറയുന്നത് പ്രോഗ്രാം സ്ഥിരമായി കാണാറുള്ള ആളാണ്. അപ്പോൾ വളരെ ഉപകാരപ്രദമായ പ്രോഗ്രാമാണ് ഇതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അശ്വതി നക്ഷത്രം ഗണ്ഡാന്തര ദോഷം ഉണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ദോഷം, ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അശ്വതി നക്ഷത്രം ആദ്യത്തെ തുടങ്ങി 60 മിനിറ്റ് നേരത്തേക്കാണ് അതികഠിനമായ ദോഷം. 6 മണിക്കൂറാണ് ഗണ്ണാന്ത ദോഷം. അത് പൊതുവെ പറയുന്നത് മാതാപിതാക്കൾക്കും കുട്ടിക്കും ആയുരാരോഗ്യക്ഷേമ ഐശ്വര്യങ്ങൾക്ക് കുഴപ്പം, അതാണ് ഗണ്ണാന്തം എന്ന് പറയുന്നത്. പക്ഷെ അത് സൂക്ഷ്മമായിട്ട് നമ്മളെടുത്താൽ ആ നക്ഷത്രം തുടങ്ങി 60 മിനിറ്റിനുള്ളിൽ ജനിച്ചെങ്കിൽ മാത്രമേ സ്ത്രീ പുരുഷ ഭേദമന്യേ ജാതിമത ഭേദമന്യേ ആ ദോഷം ജ്യോതിശാസ്ത്രത്തിൽ കഠിനമായിട്ട് പറയുന്നുള്ളൂ. അല്ലാണ്ട് 6 മണിക്കൂർ നേരത്തേക്കുള്ള കാഠിന്യം മുഴുവൻ അനുഭവത്തിൽ വരുന്നതല്ല. പക്ഷേ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ, അശ്വതി നക്ഷത്രം തുടങ്ങി 1 മണിക്കൂറിനുള്ളിലാണെങ്കിൽ അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും കുട്ടിക്ക് തന്നെയോ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ ഏറ്റവും ദോഷകരമായിട്ട് വരുമെന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ 6 മണിക്കൂർ എന്നുള്ളത് നമുക്ക് അത്രയും വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ ആധുനിക സിസേറിയൻ ഒക്കെ ഉള്ളത് കൊണ്ട് 60 മിനിറ്റ് കഴിഞ്ഞൊക്കെ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞാൽ അതികഠിനമായ ദോഷമില്ലാതാക്കാൻ സാധിക്കും. വേണമെങ്കിൽ 6 മണിക്കൂർ വരെ വേണമെങ്കിൽ അതിന് മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. എന്നാലും അത്യന്തം കൂടിയേ കഴിയുന്നുണ്ടെങ്കിൽ 60 മിനിറ്റ് കഴിഞ്ഞിട്ടോ അല്ലെ 60 മിനിറ്റ് മുമ്പോ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സമയദോഷങ്ങൾ ഇത് സംബന്ധമായിട്ടുള്ളത് മാറിക്കിട്ടും. അഥവാ അങ്ങനെ വന്നാൽ 60 മിനിറ്റിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് കുട്ടിക്ക് തന്നെ ആയുർദോഷമോ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ആയുർദോഷമോ, അശ്വതി അപ്പനെ കൊല്ലിയെന്നാണ്, അച്ഛന് ദോഷമായിട്ടോ, ഇങ്ങനെ പൊതുവേ പണ്ട് പുരാതനമായിട്ടേ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ആ നാളിന് മുഴുവൻ ഒരു അപഖ്യാതിയായിട്ടാണ് പറയുന്നത്. അശ്വതി അപ്പനെ കൊല്ലി, ഭരണി ഭർത്താവിനെ കൊല്ലി, കാർത്തിക ഭാര്യയെ കൊല്ലി, രോഹിണി അമ്മാവനെ കൊല്ലി, മകയിരം മക്കളെ കൊല്ലി, ഇങ്ങനെ എല്ലാ നാളിനും ഓരോരുത്തരെ കൊന്നു മുന്നോട്ട് പോകുമെന്നാണ്. പക്ഷെ അത് അത്ര ശരിയല്ല. കുറേ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേനും അതിൽ വളരെ സൂക്ഷ്മമായിട്ട് മിനിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ദോഷമുള്ളത് ഈ അശ്വതിക്ക് 60 മിനിറ്റാണ്. ആദ്യത്തെ അതിന് അനുസരിച്ച് ചില രത്നവും ബാക്കി ഗ്രഹങ്ങളുടെയൊക്കെ നിപ്പൂടെ ഇതിനകത്ത് ബാധകമാണ്. എങ്കിലും ശരാശരി അത് ഓരോരുത്തരും ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചല്ലേ ജനിക്കും. ഇന്ന ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിക്കാവുന്നില്ല. അതിൽ അശ്വതി പറഞ്ഞാൽ ആ 1 മണിക്കൂറിനകം ഡെലിവറി നടക്കാതിരിക്കുക ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് മാറ്റാൻ ഇന്നത്തെ സയൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ സിസേറിയനൊക്കെ ഉള്ളത് കൊണ്ട് അത്രയ്ക്ക് ഡെവലപ്പായി. ഇനി അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. അശ്വതി നക്ഷത്രത്തിൻ്റെ 1 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞ് പ്രസവം നടന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും അശ്വതി നക്ഷത്രത്തിൻ്റെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും 60 മിനിറ്റിൽ വന്നാൽ മാതാപിതാക്കൾക്കും കുട്ടിക്കും ആയുരാരോഗ്യക്ഷേമത്തിന് കുഴപ്പമാണ്. ഗണ്ണാന്തത്തിൽ ഗണ്ണാന്തം, കാലിൽ കാല് എന്നൊക്കെ പറയുന്ന പോലുള്ള അതിലെ ഏറ്റവും സൂക്ഷ്മമായ ദോഷമാണ്. അത് ഒഴിവാക്കി പ്രസവമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭയത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഭാഗ്യവാരത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും പ്രതിവിധികളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.
താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മെയിൽ ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.